ഏറ്റവും ശ്രേഷ്ഠമായ രാവും പകലുകളുമാണ് വിശുദ്ധമായ റമളാനു ശരീഫ് എന്ന് പറയുന്നത്. റമളാനിനോട് പകരം വെക്കാൻ റമളാൻ മാത്രമാണ് ഉള്ളത്. വേറെ ഒന്നും തന്നെ അതിനു പകരം വെക്കാൻ നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് റമളാനിന്റെ ഓരോ സെക്കൻഡുകളും ശ്രേഷ്ഠമാണ്, അതിശ്രേഷ്ഠമാണ്. അതിന്റെ രാവുകൾ അതേ വലിയ ശ്രേഷ്ഠമുള്ളതാണ്. ഈ ശ്രേഷ്ഠമുള്ള രാവുകളെയും പകലുകളെയും ഇലാഹി ചിന്തകളിൽ അധിഷ്ഠിതമായി പടച്ച റബ്ബുമായുള്ള ഒരു അടുപ്പത്തെ നമ്മൾ സ്ഥാപിച്ചെടുത്തു. നാം എപ്പോഴും പടച്ച റബ്ബിന്റെ സവിധത്തിലായി നമ്മുടെ ഖൽബിൽ ഇലാഹിയായ ചിന്തകൾ നിറഞ്ഞു നിന്ന് ദിക്റുകളും ഖുർആനോത്തുകളും ഖൈറാത്തുകളുമായി ഈ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമ്മിലുണ്ടോ? മഹാനരായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നു, അതൊരടയാളമാണ്. എന്തേ? അടിയാന റബ്ബ് പരിഗണിച്ചിട്ടുണ്ട്, അടിയാത്തിയ പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, റമളാൻ വരുന്നുണ്ട്. ആ റമളാനിൽ നമ്മളുണ്ട്. നാം പലരെയും കാണുന്നുണ്ട്. അവർക്ക് റമളാനാണെന്ന് കരുതി അവരുടെ മനസ്സിൽ പ്രത്യേകമായ ഒരു അളമത്ത് വരുന്നില്ല. അതിന്റെ മുന്നേയുള്ള മാസങ്ങൾ അപേക്ഷിച്ച് അവർക്ക് റമളാനിനോട് പ്രത്യേകമായ ഒരു കടപ്പാട് മനസ്സിലേക്ക് വരുന്നില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അരുതായ്മകളുടെ മുൻപിലെത്തുന്ന സമയത്ത് അല്ലാഹുവേ ഇത് റമളാനാണല്ലോ എന്ന ഒരു ഉൾവിളിയൊന്നും അവരിലേക്ക് കടന്നു വരുന്നില്ല. അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അതേ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെന്തിന്റെ അടയാളമാണ്? പടച്ച റബ്ബിന്റെ ശാപത്തിന്, അവന്റെ കോപത്തിന് വിധേയമായ കക്ഷിയാണ് ആ കക്ഷി. അവൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്റെ പരിഗണനയിൽ അതേ അവരില്ല കേട്ടോ. അവന്റെ ഇഷ്ടത്തിന്റെ ലിസ്റ്റിൽ അവരില്ല. അതേ സമയത്ത് പടച്ച റബ്ബിന്റെ കോപത്തിന്റെ ലിസ്റ്റിലാണ് അവരുള്ളത് എന്നുള്ളതിന്റെ അടയാളമാണ് അത് എന്ന് ഗസാലി തങ്ങള് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ നമ്മൾ കാണുന്നുണ്ട്. റമളാനിന്റെ അളമത്ത് പരിഗണിക്കാതെ, അതിന്റെ ബഹുമാനം കീപ്പ് ചെയ്യാതെ മറ്റു മാസങ്ങൾ ഏതുപോലെയാണോ അതേ രൂപത്തിലൊക്കെ തന്നെ ഈ മാസത്തെയും കൈകാര്യം ചെയ്യുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ്, സാധുക്കളാകുന്ന നമ്മയൊക്കെയും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഈ മാസത്തോടൊരു ബഹുമാനം വരുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഈ മാസത്തോട് വലിയ ഒരു ആദരവ് വരുന്നുണ്ടോ? മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഇത് റമളാനാണെന്ന് അതേ മറ്റൊരാള് നമ്മളോട് പറയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ഉൾവിളി വരുന്നുണ്ടോ? ഇതിൽ അരുതായ്മകൾ അരുതേ, ഈ മാസത്തിൽ അരുതായ്മകൾ അരുതേ, തെറ്റുകൾ അരുതേ, പാപങ്ങൾ അരുതേ. ഞാൻ എൻ്റെ റബ്ബിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട സമയമാണ്. മറ്റു 11 മാസങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിച്ചെടുക്കാനുള്ള സമയമാണ്. എന്റെ കേടുകൾ തീർക്കാനുള്ള സമയമാണ്. അതേ, പലപ്പോഴും ഞാൻ സ്ലിപ്പായി പോയിട്ടുണ്ട്. കഴിഞ്ഞ 11 മാസങ്ങളിൽ വഴുതി വീണു പോയിട്ടുണ്ട്. കഴിഞ്ഞു പോയ മാസങ്ങളിൽ എന്റെ റബ്ബും ഞാനുമായിട്ടുള്ള ജീവിതത്തിൽ അരുതെന്നവൻ പറഞ്ഞിട്ടുള്ള പലതും എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരു സമയമാണ് കഴിഞ്ഞുപോയ 11 മാസങ്ങൾ. അതേ, ആ കേടുകൾ തീർക്കാൻ എന്റെ റബ്ബെനിക്ക് നൽകിയ രാപ്പകലുകൾ, ആ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാൻ എന്റെ ഉടയവൻ എനിക്ക് നൽകിയിട്ടുള്ള രാപ്പകലുകൾ, ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിലുണ്ടോ? നല്ലത് എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു ഉൾവിളി നമ്മിലുണ്ടോ? ഈമാൻ നമ്മിലുണ്ടോ?
അങ്ങനെ ഒരു ഉൾവിളി നമ്മിലുണ്ടോ? ആ ഉൾവിളിക്ക് അധിഷ്ഠിതമായി നമ്മുടെ നാവുകൾ ചലിക്കുന്നുണ്ടോ? ദിക്റുകളിലായി നമ്മുടെ ഹൃദയം തുടിക്കുന്നുണ്ടോ? പടച്ച റബ്ബിലുള്ള സ്മരണകളിലായി വിശുദ്ധ ഖുർആൻ നമ്മുടെ കരങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടോ? അതേ ഹറാമുകളിൽ നിന്ന് രാജിയാകുന്നുണ്ടോ? ഗീബത്തുകളില്ല, നമീമത്തുകളില്ല, പരദൂഷണങ്ങളില്ല, കുറ്റം പറച്ചിലുകളില്ല, കുറ്റങ്ങൾ നോക്കുന്നില്ല. എന്റെ കേടുതീരണം, എന്റെ കുഴപ്പങ്ങൾ പരിഹരിക്കണം, എന്റെ റബ്ബിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കണം, അവന്റെ തിരുനോട്ടം എന്നിലുണ്ടാവണം, അവനൊന്നെന്നെ ചേർത്തു പിടിക്കണം, അവന്റെ ഇഷ്ടക്കാരിൽ എനിക്കും ഇടം കിട്ടണം, അതിലൂടെ എന്റെ ജീവിതം സാർത്ഥകമായി കിട്ടണം, അതിലൂടെ എന്റെ ജീവിതം രക്ഷപ്പെടണം, എന്റെ ഖബറിൽ എനിക്ക് മോക്ഷമുണ്ടാവണം, എന്റെ ആഖിറത്തിൽ എനിക്ക് വിജയമുണ്ടാവണം, നരകം തൊടാതെ സ്വർഗത്തിലെത്തണം. അതൊക്കെയും പാസാക്കിയെടുക്കാനുള്ള രാവുകള്, അതൊക്കെയും പാസാക്കിയെടുക്കാനുള്ള പകലുകള് ഉപയോഗപ്പെടുത്താനുള്ള ഒരു മനസ്സ് നമ്മിലുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഈമാനുണ്ട്. അതേ റബ്ബ് പരിഗണിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ട്. അല്ലാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. വിശിഷ്ടമായ രാവുകൾ ധാരാളം പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ മുഹറം 10 ഉണ്ട്, ബറാഅത്തിന്റെ രാവുണ്ട്, റജബിലെ ആദ്യത്തെ രാവുണ്ട്, പെരുന്നാൾ ദിനങ്ങളുണ്ട്, ദുൽഹിജ്ജ 10 ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതേ പ്രകാരം തന്നെ റമളാനിലെ ഓരോ പകലുകളും ഓരോ രാവുകളും എത്രമാത്രം ശ്രേഷ്ഠമാണ്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. റമളാനിനോട് പകരം വെക്കാൻ റമളാനു മാത്രമേ ഉള്ളൂ. മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ആദരണീയമായ ദിവസങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ അല്ലാഹു വലിയ ആദരവുകൾ അവർക്ക് നൽകുന്നതാണ്. അൽ ബറകത്തു ഫീ ഉംരിഹി, അവരുടെ ആയുസ്സിൽ അല്ലാഹു വലിയ ബറക്കത്തിട്ട് കൊടുക്കുന്നതാണ്. പടച്ച റബ്ബ് ആദരിച്ചിട്ടുള്ള വിശിഷ്ടമായ രാവുകളെ പകലുകളെ ആദരിക്കുന്നവരാരാണോ അവരെ റബ്ബ് ആദരിക്കുന്നതാണ്. ആ ആദരവിന്റെ ഭാഗമായി അവരുടെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്തിനെ കൊടുക്കുന്നു. ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? കുറെ കാലം ജീവിക്കുക എന്നതാണോ? അല്ലല്ലോ. അതേ സമയത്ത് ജീവിക്കുന്ന നമ്മുടെ സമയങ്ങളും ആ സമയങ്ങളിൽ ആഖിറത്തിൽ സന്തോഷിക്കാനുള്ളത് പരമാവധി ചെയ്തു വയ്ക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്നതാണല്ലോ. 100 കൊല്ലം ജീവിച്ചു ഒരാൾ, അദ്ദേഹം ഫർള് നിസ്കാരങ്ങളില്ല, റമളാനിലെ നോമ്പ് അദ്ദേഹത്തിലില്ല, സകാത്തില്ല, ഹജ്ജില്ല, ഇതുപോലെയുള്ളതൊന്നും ഇല്ലാതെ 100 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചു, മരണപ്പെട്ടു. അതേ സമയത്ത് 16 വർഷം മാത്രം ഒരാൾ ജീവിച്ചു. അവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ട്, 5 വഖ്ത് നിസ്കാരമുണ്ട്, റമളാനിലെ നോമ്പുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. ഇവിടെ ആയുസ്സിൽ ബറക്കത്തുള്ളവൻ ആരാണ്? 100 കൊല്ലം ജീവിച്ചിട്ട് ഇതൊന്നും തന്നെ ജീവിതത്തിൽ ഇല്ലാതെ മരണപ്പെട്ടു പോയ വ്യക്തിയാണോ? ഒരിക്കലുമല്ലല്ലോ. അതേ സമയത്ത് ഈ 16 വർഷം 17 വർഷം ജീവിച്ച ആ ഒരു കൗമാരക്കാരനാണ്. ഇതെല്ലാം ഉണ്ടായിട്ട് ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയ അവനാണ് ഈ 100 കൊല്ലം ജീവിച്ചവനേക്കാളേറെ ആയുസ്സിൽ ബറക്കത്ത് ഉള്ളവൻ. അപ്പൊ ആയുസ്സിൽ അല്ലാഹു തആല ബറക്കത്തിനെ ഏറ്റിക്കൊടുക്കും എന്ന് പറയുമ്പോ അവനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പടച്ച റബ്ബിന്റെ ബറക്കത്ത് ഉണ്ടാകുന്നതാണ്. വസിയാദതു ഫീ മാലി, അതേ പ്രകാരം തന്നെ സമ്പത്തിൽ വർധനവ് ഉണ്ടാകുന്നു.
വൽഹിഫ്ളു ലിഅയാലിഹി, തന്റെ കുടുംബങ്ങൾക്കിടയിൽ അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ പരിരക്ഷയുണ്ടാകുന്നു. വത്തക്ബീറു ലിസയ്യിആതി, ദോഷങ്ങളെല്ലാം തന്നെ പൊറുക്കപ്പെടുന്നു. വത്തളീഫു ലിഹസനാതി, ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെയും തന്നെ ധാരാളം പ്രതിഫലങ്ങൾ പടച്ച റബ്ബ് നൽകുന്നു. ചെയ്യുന്ന സുകൃതങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ പടച്ച റബ്ബ് നൽകുകയാണ്. വത്തസ്ഹീലു ലിസകറാതി, ഒരു ദിവസം അവൻ ഇവിടെ നിന്ന് പോകണമല്ലോ, അവർക്ക് പോകണമല്ലോ. ആ പോകുന്ന സമയം സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന അവസാനത്തെ സമയം, അത് വല്ലാത്ത ഒരു സമയമാണല്ലോ. ആ സമയം ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ, ദുനിയാവിലെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമാക്കി മാറ്റണം. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയം അതെല്ലാവർക്കും വരാനുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും ആവുന്നതല്ല. അതേ സമയത്ത് ആ ഒരു സമയത്തെ ദുനിയാവിലെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാക്കി മാറ്റണം. അത് മാറ്റിയെടുക്കൽ ആരാണ്? അവനവൻ തന്നെയാണ്. ഏറ്റവും സന്തോഷകരമായ നിമിഷമാക്കിയ മരണത്തിന്റെ സമയത്തെ മാറ്റൽ ആരാണ്? അത് അവനവൻ തന്നെയാണ്. അല്ലാഹു നമ്മയൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഏറ്റവും സന്തോഷമുള്ള സമയം, ഏറ്റവും അനുഭൂതിയും ആസ്വാദനവും ഉള്ള സമയം. എന്നാൽ അതാണ് വത്തസ്ഹീലു ലിസകറാതി, സക്കറാത്തിന്റെ സമയത്ത് പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളേതുമില്ലാതെ നല്ല രൂപത്തിൽ സന്തോഷകരമായ അവസ്ഥയിൽ ഈ ദുനിയാവിനോട് വിട പറയാൻ അവർക്ക് കഴിയുന്നു. വത്തസ്ഖീലു ലിമീസാനി, അവരുടെ മീസാൻ എന്ന തുലാസിൽ കർമ്മങ്ങളൊക്കെയും തൂക്കുന്ന സമയത്ത് വലിയ ഭാരമുള്ളതായി അതനുഭവപ്പെടുന്നു. സഹോദരിമാരെ, നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വരുന്നു. ഇത് തുടങ്ങിയ കാലം മുതൽക്കു തന്നെ വരുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഇത് നമ്മുടെ ഈമാനിന് കനം കൂട്ടുന്നതാണ്. ഇത് നമുക്ക് വീണ്ടും വിചാരം തരുന്നതാണ്. നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള കരുത്ത് തരുന്ന മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. ഖുർആൻ ഖത്മു തീർക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. ദിക്റുകൾ നിരന്തരമായി ചൊല്ലി നമ്മുടെ നാവുകളെ പച്ച പിടിപ്പിക്കാൻ സഹായകമാകുന്ന മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. ഇല്ല, ഇത് വെറുതെയാവുകയില്ല. തീർച്ചയാണ് ഇത് വെറുതെയാവുന്നതല്ല. ഈ സമയത്തും നോമ്പ് പിടിച്ചിട്ടുണ്ടെന്ന പേരു പറഞ്ഞ് വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നവർ എത്രയാണ്. അവര് ഉറക്കത്തിലാണ്, തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങുകയാണ്, കിടക്കുകയാണ്. ഖുർആൻ ഓതുന്നുണ്ടോ? ഇല്ല. ദിക്റുകളുണ്ടോ? അതുമില്ല. അവർ നല്ല ഉറക്കത്തിലാണ്. നമ്മളോ അതേ ഈമാനിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാണ്. നമ്മെ ഇങ്ങോട്ടെത്തിച്ചത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളിയാണ്. ഇന്ന് ക്ലാസിന്റെ ദിവസമാണ്. സുബ്ഹാനല്ലാഹ്, ഉള്ളിൽ നിന്നുള്ള ഒരു ഉൾവിളി വരികയാണ്. അതെ, അതാണ് നമ്മെ ഇവിടെ എത്തിച്ചത്. അത് നമ്മുടെ ഈമാനാണ്. ഇവിടെ നിന്ന് നമ്മൾ ക്ലാസുകൾ കേൾക്കുകയാണ്. ഈമാനുള്ളവരുടെ ഈ ദായിറയിൽ നമ്മളും കണ്ണിയാവുകയാണ്.
ഇവിടെ നിന്ന് നമ്മൾ പടിയിറങ്ങുന്ന സമയത്ത് വല്ലാത്ത ഒരു കരുത്ത് നമുക്ക് ലഭിക്കുകയാണ്. ഇത് നമ്മെ വളർത്തുകയാണ്, നമ്മുടെ ഈമാനിന് ബലം നൽകുകയാണ്, അരുതായ്മകളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുകയാണ്, നമുക്കൊരു വീണ്ടും വിചാരം നൽകുകയാണ്, തൗബയിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ്. ഇസ്തിഗ്ഫാറുമായി നമ്മുടെ കിറ്റുകൾ നിറക്കാൻ, അതേ നമ്മുടെ ഭാണ്ഡങ്ങള് ഇസ്തിഗ്ഫാറുമായി നിറക്കാൻ അതിനുള്ള കരുത്ത് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെയാവുന്നതല്ല. അല്ലാഹു സ്വീകരിക്കട്ടെ. അതാണ് പറയുന്നത്, മീസാൻ എന്ന് പറയുന്ന തുലാസിൽ തൂക്കുന്ന സമയത്ത് വലിയ ഭാരമുള്ളതായിട്ട് അതൊക്കെയും അനുഭവപ്പെടുന്നു. സങ്കീർണതകളിൽ നിന്നുള്ള മോചനങ്ങൾ ഉണ്ടാകുന്നു. അതിസങ്കീർണമായ പല ഘട്ടങ്ങളും കടന്നു വരുമ്പോ അവിടങ്ങളിലൊക്കെയും തന്നെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്നു. വസ്ഉദു ഇലാ ദറജാതിഹി, ആത്മീയമായ ദറജകൾ ഇങ്ങനെ വളരുകയാണ്, ആത്മീയമായി നമ്മുടെ ലെവലുകൾ ഇങ്ങനെ ഉയരുകയാണ്. നാം താഴോട്ട് പോകുന്നില്ല. വല്ലപ്പോഴും താഴോട്ട് പോയാൽ ഉടനെ തന്നെ നമ്മൾ മേലോട്ട് വരുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. വല്ല ദുർബല നിമിഷങ്ങളിലും നമ്മളൊന്ന് വീണുപോയാൽ, നമ്മളൊന്ന് താഴോട്ട് പോയാൽ ഉടനെ അവിടെ നിന്ന് നമ്മൾ എണീക്കുന്നുണ്ട്. എന്നിട്ടോ നാം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഏതു ലെവലിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്? ആ ലെവലിനേക്കാളേറെ എത്രയോ മേലോട്ട് മേലോട്ട് നമ്മൾ എത്തുന്നുണ്ട്. എങ്ങനെ? വീണ്ടും വിചാരത്തിലൂടെ, എങ്ങനെ? ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ, ഖേദത്തിലൂടെ നമ്മൾ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ കൂടുതൽ താഴോട്ട് താഴോട്ട് ആപ്പതിച്ചു നമ്മൾ പോകുന്നില്ല. ഇത് നമ്മുടെ മജ്‌ലിസിൽ വരുന്നവരുടെ പ്രത്യേകതയാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അങ്ങനെ അതാ വലിയ ദറജകളിലേക്കും അവരെത്തുകയാണ്. എന്താണ് അതിന് വേണ്ടത്? ശുദ്ധ റമളാനിനെ പോലെയുള്ള പവിത്രമായ രാവുകളെയും പകലുകളെയും ചേർത്തു പിടിക്കാൻ കഴിയണം. അതാണ് അതിനു വേണ്ടത്. പവിത്ര രാവുകളെയും പകലുകളെയും ചേർത്തു പിടിക്കാൻ കഴിയണം. അത് ഉപയോഗപ്പെടുത്തണം. ദിക്റുകളിലാവണം. നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും ദിക്റുകളാണ്. അതാണ് നമ്മുടെ മജ്‌ലിസിന്റെ പ്രത്യേകത. നമ്മുടെ സഹോദരിമാരൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ശ്വാസം മേലോട്ട് വലിച്ചത് താഴോട്ട് ഒഴിവാക്കുമ്പോ അല്ലാഹ് 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 എന്ന രൂപത്തിൽ നമ്മുടെ ശ്വാസത്തെ ക്രമീകരിക്കാൻ കഴിവുള്ളവരാണ് ഈ മുൻപിലിരിക്കുന്ന സർവ്വ സഹോദരിമാരും. അത് നാം ഈ ക്ലാസ്സിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു വലിയ സന്തോഷമാണ്. റബ്ബ് അത് നിലനിർത്താനുള്ള ഭാഗ്യം തരട്ടെ. എത്ര വലിയ സന്തോഷാണ്. എപ്പോഴും ഇലാഹി ചിന്തയിലാണ്. ശ്വാസം മേലോട്ട് വലിച്ച് അത് താഴോട്ട് ഒഴിവാക്കുമ്പോ അല്ലാഹു അല്ലാഹു, നമ്മുടെ ശ്വാസം ഒറ്റ ശ്വാസം വലിച്ച് മേലോട്ട് വലിച്ച് താഴോട്ട് ഒഴിവാക്കിയപ്പോ അല്ലാഹു എന്ന രൂപത്തിലായി, ചിന്തയിലായി. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഏത് സമയത്തും അപ്പോൾ അല്ലാഹുവിലായി നമ്മൾ കിടക്കുകയാണ്. അല്ലാഹു എന്ന രൂപത്തിലാ നമ്മുടെ ശ്വാസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ യാത്രയിലാണ്, ബസ്സിലാണ്, കാറിലാണ്, എവിടെയുമാവട്ടെ നാം അതേ നിങ്ങളൊന്ന് ആലോചിക്കണം. ദിക്റ് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, ദിക്റ് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് വാഷ്റൂം. അവിടുന്ന് ദിക്റ് ചെല്ലാൻ പറ്റൂല. വാഷ്റൂമിൽ പോയി ഇവിടെ ആരുമില്ല എന്ന് കരുതിയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
പറയാൻ പറ്റുമോ? പറ്റൂല. എന്നാലോ ആ വാഷ്റൂമിൽ ഇരിക്കുന്ന സമയത്തും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ പറയപ്പെട്ട ഇലാഹി ചിന്തകളിൽ നിന്ന് നമ്മൾ മാറുന്നില്ല. നമ്മുടെ ശ്വാസോച്ഛ്വാസം അല്ലാഹു എന്ന രൂപത്തിൽ അതിനെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പോഴും നമ്മൾ അല്ലാഹുവിലാണ്, ഇലാഹി ചിന്തയിലാണ്. ഇതുകൊണ്ടാണ് വല്ലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണുപോയി എന്ന് വെക്കുക, ഏതോ ഒരു പൈശാചിക ഘട്ടത്തിൽ ദുർബല നിമിഷത്തിൽ നമ്മളൊന്ന് വീണുപോയി, ഉടനെ നമ്മൾ അത് നമ്മുടെ ക്ലാസ്സിലുള്ള സഹോദരിമാരുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഈ പറയുമ്പോ അത് സത്യമാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നില്ലേ? അതേ സമയത്ത് കുഴിയിൽ നിന്ന് വീണ്ടും കുഴിയിലേക്ക്, അതിൽ നിന്ന് അതിനേക്കാളേറെ വലിയ കുഴിയിലേക്ക് ആപ്പതിച്ചു പോകുന്ന ആളുകൾ ഉണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യക്കേട്. അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വിശുദ്ധ റമളാനിൽ നമ്മെ വീണ്ടും പടച്ച റബ്ബ് ഒരുമിച്ചിരുത്തി. അൽഹംദുലില്ലാഹ്. നമ്മളെ മാത്രം ഈ സന്തോഷങ്ങളെ കേട്ടാൽ പോരാ. നമ്മുടെ വീട്ടിലുണ്ട് ആളുകള്, നമ്മുടെ അയൽപക്കങ്ങളിലുണ്ട്, നമ്മുടെ പരിചയങ്ങളിലുണ്ട്. അവരൊക്കെയും ഈ റമളാനിൽ ഖൽബിൽ ഈമാനിന്റെ ഒരു തരിയുണ്ടെങ്കിൽ, ഈമാനിന്റെ ഒരു ചെറിയ കണികയുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള നന്മകളോട് ഓരം പറ്റാൻ അവർക്ക് കഴിയും. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ആ വിഷയത്തിൽ ഇടപെടുക, അവരുടെ മുൻപിൽ ഒന്ന് നിന്നു കൊടുക്കുക, അവരെ ഒന്ന് കൂട്ടിപ്പിടിക്കുക. തീർച്ചയായും ഇത് ഇജാബത്തിന്റെ മജ്ലിസാണ്, ഖബൂലിയത്തിന്റെ മജ്ലിസാണ്. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന മജ്ലിസാണ്. റമളാനിന്റെ പകലിൽ ഈമാനുള്ളവരോടൊപ്പം ഒന്ന് ചേർന്നിരിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ ആ മണിക്കൂറുകൾ നമുക്ക് വെറുതെ ആവുന്നതല്ല. ഈ വിശുദ്ധ റമളാനിൽ എന്തു തന്നെ നമ്മൾ ചെയ്താലും അതിനൊക്കെയും തന്നെ ധാരാളം പ്രതിഫലം ഉണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രത്യേകമായി വർദ്ധിപ്പിക്കാൻ പറഞ്ഞതുണ്ടല്ലോ, ഫസ്തഗ്ദിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ. 4 കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണം കേട്ടോ. റമളാനു ശരീഫിൽ 4 കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് മുത്തുനബി നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാണ് ആ 4 കാര്യം? ഖസ്ലത്താനി തുർദൂന ബിഹാ റബ്ബക്കും. അതിൽ 2 കാര്യം നിങ്ങളെ റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. 2 കാര്യം റബ്ബിന് വലിയ ഇഷ്ടമുള്ളതാണ്. അതേ സമയത്ത് മറ്റു 2 കാര്യമോ, ആ മറ്റേ 2 കാര്യങ്ങള് ലാ വഖസ്ലതാനി ലാ ഗിനാ ലക്കും അൻഹുമാ. ആ മറ്റേ 2 കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതും ആണ്, നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ടതാണ്, ലഭിക്കേണ്ടതാണ്. ഏതാണ്? ഫഅമ്മൽ ഖസ്ലതാനി ലതാനി തുർദൂന ബിഹാ റബ്ബക്കും. നിങ്ങളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യത്തെ വർദ്ധിപ്പിക്കണം എന്ന് മുത്തുനബി പറഞ്ഞല്ലോ. ആ കാര്യം ഏതാണ്? അതെ, അത് ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു. ഷഹാദത്തിനെ വർദ്ധിപ്പിക്കലാണ്. മറ്റൊന്ന് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കലാണ്. അതാണ് വിശുദ്ധ റമളാനിലേക്ക് നമ്മളെ കയറിയാൽ ചൊല്ലുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ്. രണ്ട് കാര്യമായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റബ്ബിന് വലിയ ഇഷ്ടമാണ് നമ്മൾ ഇത് പറയുന്നത്. ഇത് പറഞ്ഞാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഇത് പറഞ്ഞാലേ നമുക്ക് രക്ഷയുള്ളൂ. ഇതിനാണെങ്കിലോ ഇതിന്റെ ഭാരം എത്രയാണെന്ന് പറയാൻ പോലും കഴിയാത്തതാണ്. ഇത് നമ്മളൊന്നിങ്ങനെ പറഞ്ഞാ മതി. നമ്മുടെ റബ്ബിന് ഇത് പെരുത്ത് ഇഷ്ടമാണ്. നമ്മളൊന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞാൽ മതി. നമ്മുടെ റബ്ബിന് ഇത് വല്ലാത്ത ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം വതസ്തഗ്ഫിറൂനഹു, പൊറുക്കലിനെ തേടലാണ്. റബ്ബിനോട് പൊറുക്കലിനെ തേടലാണ്. സുബ്ഹാനല്ലാഹ്, ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകളെ പൊറുക്കലിനെ തേടുന്നു. അങ്ങനെ പൊറുക്കലിനെ തേടുമ്പോ നമ്മളാണ് ശുദ്ധിയുള്ളവരായി മാറുന്നത്. അതേ പടച്ച റബ്ബിന്റെ നടപടികളിൽ നിന്ന് നമ്മളാണ് രക്ഷപ്പെടുന്നത്. അപ്പോഴും അതും റബ്ബിന് ഇഷ്ടമാണ്. അല്ലാഹുവിന് അതും വലിയ ഇഷ്ടമാണ്. നമ്മൾ റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മാഷാ അല്ലാഹ്. പിന്നെയോ മറ്റു രണ്ടു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതേതാണ്? ഒന്ന്, ഫതസ്അലൂനല്ലാഹ അൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിനെ ചോദിക്കണേ. സ്വർഗത്തെ ചോദിക്കലാണ്. സ്വർഗത്തെ ചോദിക്കുക. സ്വർഗമെന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ളതാണ്. അതേ സ്വർഗമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷമാണ്. ആ സ്വർഗത്തെ നിങ്ങൾ നിരന്തരം ചോദിച്ചോളും. രണ്ടാമത്തെ കാര്യം ഏതാണ്? വതഊദൂന ബിഹി മിനന്നാർ, നരകത്തെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടലാണ്. നരകത്തെ തൊട്ട് പടച്ച റബ്ബിനോട് കാവലിനെ തേടലാണ്. അതേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതും നമ്മുടെ ആവശ്യമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതും നമ്മുടെ കാര്യമാണ്. ഈ നാല് കാര്യത്തെയും നിങ്ങൾ വർദ്ധിപ്പിക്കണേ. ഫസ്തക്സിറൂ ഫീഹി, റമളാനിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് നമ്മളിങ്ങനെ ചൊല്ലണം. ഇതിങ്ങനെ ഒഴുകണം റമളാനിൽ നമ്മുടെ നാവിൻ തുമ്പിലൂടെ. ഇതൊഴുകണം നമ്മുടെ നാക്കിൻ തുമ്പിലൂടെ. ഒന്നുകൂടെ പറയൂ, ഒന്നുകൂടെ എറ്റിയല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹു സാധുക്കളാകുന്ന നമുക്ക് സ്വർഗം തരട്ടെ. അവന്റെ നരകത്തെ തൊട്ട് അല്ലാഹു നമ്മയൊക്കെയും കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ മുത്തുനബി നമ്മളൊക്കെയും സ്വർഗത്തിലെത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഹബീബായ മുത്തുനബി അവിടുന്ന് പറഞ്ഞു, ഫസ്തഗ്ഫിറൂ ഫീഹി, നിങ്ങൾ വർദ്ധിപ്പിക്കണം. റമളാൻ മാസത്തിൽ നല്ലവണ്ണം പെരുപ്പിക്കണം.
ദിക്റിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം, ഒഴുകണം നാവിലൂടെ, സമയങ്ങളില്ലാതെ നിരന്തരമായി ഒഴുകണം. ഒഴുകി 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 റമദാനിന്റെ അവസാന സമയമെത്തുമ്പോ 10,000 തവണ അല്ല, ലക്ഷക്കണക്കിന് തവണ ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ, അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു നിർവൃതി അടയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അല്ലാഹു അബദാക്കി തരട്ടെ, അല്ലാഹു തൗഫീഖാക്കി തരട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ചൊല്ലുകയാണെങ്കിൽ, നാവ് കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇതിങ്ങനെ ഒഴുകുക. ഇനി ഒന്നുമില്ല, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ നമ്മുടെ ആന്തരികമായ അവയവം, ആന്തരികമായ രൂപത്തിൽ അംഫാസിയായ ദിക്ർ അല്ലാഹ് അല്ലാഹു 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 എന്ന രൂപത്തിൽ നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസവും അല്ലാഹുവായി മാറുന്നു. ഇനി ഇത് രണ്ടുമല്ല, ഞാൻ കുറച്ച് ഖുർആൻ ഓതട്ടെ. അൽഹംദുലില്ലാഹ്, എന്തൊരു മനോഹരം, എന്തൊരു ചന്തം, എന്തൊരു റാഹത്ത് നമ്മുടെ ജീവിതം. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ റമളാൻ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വിചാരങ്ങൾ ഉണ്ടാവണം, മാറ്റങ്ങൾ ഉണ്ടാവണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന, റമളാനിലെ ആദ്യത്തെ രാവിൽ തന്നെ മുട്ടുകാട്ടുന്ന ശൈത്താന്മാരെയൊക്കെ ബന്ധിപ്പിക്കപ്പെടും എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പിന്നെ റമദാനിൽ എന്തേ നന്മകളിലേക്കില്ലാത്തത്, തിന്മകളുടെ പിന്നാലെ പോകുന്നത് എന്തേ? അതിനു മാത്രം അഴുക്കും ചേറും കീടങ്ങളും അവയെക്കൊണ്ട് അവരുടെ ഖൽബ് നിറഞ്ഞുപോയി എന്നതല്ലേ? ശൈത്താനല്ല അവരെ അങ്ങോട്ട് എത്തിച്ചത്, പിന്നെയോ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ ഹവൻ നഫ്സാണ് അവരങ്ങോട്ട് എത്തിച്ചത്. തടീച്ചകളാണ്. അപ്പൊ നന്മകളുടെ യാതൊരു വിധത്തിലുള്ള ആലോചനകളും ചിന്തകളും അവരിലില്ല. ശൈത്താനാണ് വഴിപിഴപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. റമളാനിൽ ഇത്തരത്തിലുള്ള ശയാത്തീനുകളെ ബന്ധിപ്പിക്കപ്പെടുന്നു. എന്നിട്ടും എന്തേ പൈശാചിക പ്രവണതകൾ സംഭവിക്കുന്നു? എന്നിട്ടും പൈശാചികമായ പ്രവണതകൾ അവരിൽ സംഭവിക്കുന്നത് എന്തേ? അവര് തന്നെ പിശാചുക്കളായി മാറിപ്പോയി. തെറ്റുകൾ ചെയ്ത് അവര് തന്നെ പിശാചിന്റെ ഉപാസകരായി പിശാചുക്കളായി മാറിപ്പോയി. അതുകൊണ്ട് നന്മയെ പറ്റി ആലോചിക്കാൻ അവർക്ക് കഴിയുന്നില്ല. റമളാൻ വരുമ്പോഴും റമളാനിന്റെ അകക്കാമ്പ്, ആ അകക്കാമ്പിനെ ചൂഴ്ന്നെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ വഴിയെ അവർ ചിന്തിക്കുന്നില്ല, ആ വഴിയെ അവർ ആലോചിക്കുന്നില്ല. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടക്കപ്പെടുന്നു. വനാദാമുനാദിൻ ശുദ്ധ റമളാനിന്റെ ആദ്യത്തെ രാവിൽ അതാ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമുയരുന്നു. എന്താണ് ആ വിളിയാളമെന്നല്ല, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ വലില്ലാഹി ഉതഖാഉ മിനൻ നാർ. ശുദ്ധ റമളാനിന്റെ ആദ്യത്തെ രാവിൽ തന്നെയുള്ള പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഇലാഹിയായ ഒരു അനൗൺസ്മെന്റ് ആണ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. നന്മകൾ ചെയ്യുന്ന മനുഷ്യ, നന്മകൾ തേടുന്ന മനുഷ്യ, മുന്നോട്ട് വന്നോ, മുന്നോട്ട് വന്നോ, ചാടിക്കൊടഞ്ഞു വന്നോ.
ഇത് നിന്റെ ഇത് നിന്റെ സമയമാണ്. ഉളരി വന്നോ നീ, ഒന്നും വെറുതെ ആവില്ല, ഒന്നും വെറുതെ ആവില്ല. ഒരൊറ്റ ജന്മക്കു തന്നെ ധാരാളം പടച്ച റബ്ബ് തരുന്നു. എത്രയാണ് എന്നൊന്നും നമ്മൾ നിശ്ചയിക്കണ്ട. ചെയ്യുന്ന ആളുകളുടെ മനോനിലക്കനുസരിച്ച്, അവരെടുക്കുന്ന എഫേർട്ടുകൾക്കനുസരിച്ച് ദാതാവായ അല്ലാഹു വാരിക്കോരിക്കൊടുക്കുന്ന സമയം, അതാണ് വിശുദ്ധ റമളാൻ. വയാ ബാഗിയ ശർരി അഖ്സിറു. പിന്നെയും വെളിയാളം വരുന്നു. എന്തേ? ശർറുമായി ജീവിക്കുന്ന മനുഷ്യ, ശർറുകളിലൂടെയായി അനാവശ്യങ്ങളുടെ മേച്ചിൽ പുറങ്ങളിലൂടെ ജീവിതത്തെ തുഴഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ, അഖ്സിറു. നിർത്തിക്കാളട്ടോ, നിർത്തിക്കാളാം. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, റമളാനാണ് എന്ന ഒരു ഉള്ളുവിളി നമ്മിൽ നിന്ന് വന്ന് ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന മനസ്സ് ഈമാനാണ്. അത് ഈമാനാണ്. നിർത്തിക്കോ നിന്റെ അനാവശ്യങ്ങളൊക്കെയും എന്നുള്ള അനൗൺസ്മെന്റ് റമളാനിന്റെ ആദ്യത്തെ രാവിലെ തന്നെ വരുന്നുണ്ട് മനുഷ്യരിലേക്ക്. എന്തേ നിർത്താൻ വേണ്ടി പറഞ്ഞത്? വലില്ലാഹി യുതഖാഉ മിനന്നാർ. ഈ മാസങ്ങളിൽ, ഇതിന്റെ സമയങ്ങളിൽ, ഇതിന്റെ പകലുകളിൽ, രാവുകളിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നരകമോചനത്തിന് യാതൊരു മടിയും കൂടാതെ പടച്ച റബ്ബ് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്ന സമയം. ആ ലിസ്റ്റിൽ നിന്റെ പേരുമുണ്ടാവണമെങ്കിൽ നിർത്തിക്കോ മനുഷ്യ നിന്റെ അരുതായ്മകളെ. അല്ലാഹു സ്വർഗം തരട്ടെ. നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്നവരിൽ സാധുക്കളാകുന്ന നമ്മയൊക്കെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. റമളാൻ മാസത്തിൽ എന്റെ ഉമ്മത്തിന് എന്റെ മുൻഗാമികൾക്കൊന്നും തന്നെ കൊടുക്കാത്ത 5 കാര്യം ഈ റമളാനിൽ എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒന്ന് فإنه إذا كان أول ليلة من شهر رمضان نظر الله عز وجل إليهم. റമളാനിലെ ആദ്യത്തെ രാവ് അല്ലാഹുവിന്റെ ഒരു നോട്ടമുണ്ട്. ആ ഒരു നോട്ടം ഒരു ലഹ്ള സമയം കിട്ടിയാൽ മതി. ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് സമയം അല്ലാഹുവിന്റെ ആ ഒരു ഐനുരിള കൊണ്ടുള്ള നോട്ടം കിട്ടിയാൽ അത് നടക്കും. ആ നോട്ടം നോക്കുന്ന ഒരു സമയമാണ്. അത് ലഭിച്ച ആളുകൾ റമളാനിന്റെ ആദ്യത്തെ രാവിലാണ് അതുള്ളത്. നമ്മളൊക്കെയും റമളാനിന്റെ ആദ്യത്തെ രാവിൽ സൂറത്തുൽ ഫത്ഹ് ഓതി റമളാനിനെ വരവേറ്റവരാണ്. റമളാനിന്റെ ആദ്യത്തെ രാവിൽ സൂറത്തുൽ ഫത്ഹ് ഓതി റമളാനിനെ സ്വീകരിച്ചവരാണ്. ആ ആദ്യത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദിനെ നോക്കുകയാണ്. അവന്റെ ആ കൃപയുടെയും അവന്റെ റിളയുടെയും നോട്ടം ആരിലേക്ക് ബന്ധിക്കുന്നുണ്ടോ? അവന് കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ്? വമൻ നളറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. ആ ഐനുരിള കൊണ്ടുള്ള നോട്ടം ഏതാൾക്ക് ലഭിച്ചോ അവനെ പിന്നെ റബ്ബ് ശിക്ഷിക്കുന്നതല്ല. പിന്നെ അവരെ അല്ലാഹു ശിക്ഷിക്കൂല. പിന്നെ ഒരു ശിക്ഷയും അവരെ ഏറ്റുവാങ്ങേണ്ടി വരില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ കാര്യം فإن خلوف أفواه حين يمسون أطيب عند الله من ريح المسك. നോമ്പ് പിടിക്കുന്ന സമയം സ്വാഭാവികമായും അന്നപാനീയങ്ങൾ വെടിഞ്ഞു നിൽക്കുമ്പോ
ഫമ നമ്മുടെ വായ തഗയ്യുറാകും, പകർച്ചയാകും. അത് ഭക്ഷണങ്ങൾ അന്നപാനീയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ആ പകർച്ച റബ്ബിന്റെ അരികിൽ കസ്തൂരിയേക്കാളേറെ സുഗന്ധമുള്ളതായി അനുഭവപ്പെടും. ഇത് എന്റെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത്തെ കാര്യം, ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. അല്ലാഹുവിന്റെ മലക്കുകൾ ശുദ്ധമായ റമളാനിനെ ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി എല്ലാ ദിവസങ്ങളിലും രാവിലും പകലിലുമായി വ്യത്യാസമില്ലാതെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. മലക്കുകൾ പൊറുക്കലിനെ തേടുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ പെടണം. എനിക്ക് വേണ്ടി റബ്ബിന്റെ മലക്കുകൾ പൊറുക്കലിനെ തേടുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ സഹോദരിമാരെ. അല്ലാഹുവിന്റെ മലക്കുകൾ, അവൻ പറഞ്ഞിടത്ത് നിൽക്കുന്ന മലക്കുകൾ, ഒരിക്കൽ പോലും പടച്ച റബ്ബിനൊരു തെറ്റ് ചെയ്യാത്ത മലാക്കമാര്, അവൻ റമളാനിന്റെ പകലിലും രാത്രിയിലും വേണ്ടി പൊറുക്കലിനെ തേടുന്നു എന്ന് സാദിഖുൽ മസ്തൂഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എനിക്ക് വേണ്ടി എന്റെ റബ്ബിന്റെ മലക്കുകൾ പൊറുക്കലിനെ തേടുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ, അതൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്റെ റബ്ബിന്റെ മലക്കുകൾ പൊറുക്കലിനെ തേടുന്നുണ്ട്. അഥവാ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ദോഷങ്ങളൊക്കെ റബ്ബേ ഈ സാധുവിന് പുറത്തു കൊടുക്കണം, ഈ ഫാത്തിമാക്ക് പൊറുക്കണം, ഈ ഖദീജൂന് പുറത്തു കൊടുക്കണം, ഈ ആയിഷൂന് പുറത്തു കൊടുക്കണം, ഈ നബീസൂന് പുറത്തു കൊടുക്കണം. ഇങ്ങനെ പടച്ച റബ്ബിനോട് അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് പൊറുക്കലിനെ തേടുന്നുണ്ട്. ഇത് എന്റെ ഉമ്മത്തിന്റെ ഖുസൂസിയത്താണ്, എന്റെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മുൻഗാമികളാകുന്ന ആളുകൾക്കൊന്നും പടച്ച റബ്ബ് കൊടുക്കാത്ത ആനുകൂല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്താണ് ഈ റമളാനിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? നമുക്ക് വേണ്ടി മറ്റൊരാള് ദ്വാരുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എത്ര സന്തോഷം. കാരണം എന്താ? ഒരാള് നമുക്ക് വേണ്ടി ദ്വാരിക്കുക എന്ന് പറയുന്നത് നമ്മളോട് ആ മനുഷ്യന് അത്രയും സന്തോഷം ഉണ്ടാകുമ്പോഴേ ആ ദ്വാ വരുള്ളൂ. നമ്മൾ നശിക്കണമെന്ന് കരുതുന്ന ഒരാള് നമുക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ദ്വാർക്കുവോ? ദ്വാർക്കൂല. ദ്വാർക്കാൻ കഴിയില്ല ആ കക്ഷിക്ക്. നമ്മളോട് ആ മനുഷ്യന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ താല്പര്യമല്ല. അങ്ങനെ നമ്മളോട് താല്പര്യമില്ലാത്ത ആ കക്ഷി നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ രോഗശമനത്തിനു വേണ്ടി, നമ്മുടെ ബിസിനസ്സിലുള്ള വിജയത്തിനു വേണ്ടി, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലെ സംതൃപ്തിക്ക് വേണ്ടി ദ്വാരക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിക്കൂല. അതേ സമയത്ത് നമുക്ക്, അതുകൊണ്ടാ മറ്റൊരാള് നമുക്ക് വേണ്ടി ദ്വാരുന്നു എന്നറിയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷ. ആളോട് നമുക്ക് വലിയ തൃപ്തിയാണ്. കാരണം എന്താ? ഇങ്ങനെയുള്ള നമ്മളുടെ വളർച്ചയിലും ഉയർച്ചയിലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സമാധാനത്തിലും സന്തോഷിക്കുന്ന ഒരാളാണ് ആ ആള് എന്ന് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലേ? അപ്പൊ അങ്ങനെ ദ്വാരുന്നു എന്നറിയുമ്പോ നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകുന്നു. എന്നാൽ രാവും ഒറ്റ ദുആ മാത്രല്ല, രാവും പകലും ഇടതടവില്ലാതെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. ആ കൂട്ടത്തിൽ നമ്മളും പെട്ടുകിട്ടട്ടെ. അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. സാധുക്കളാകുന്ന നമ്മെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. വെറുതെ കിട്ടുവോ? വെറുതെ കിട്ടുവോ? കിട്ടൂല. വെറുതെ കിട്ടൂല. പിന്നെ എന്ത് വേണം? ഇത് റമളാനാണ് എന്ന രൂപത്തിലുള്ള ചിന്തകളും ആലോചനകളും ഒക്കെ ഉണ്ടായി. നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള ഒരു പരിഗണനയുടെ അവസ്ഥ അതിനാദരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെയും ലഭിക്കുന്നത്. മാത്രമല്ല, നാലാമത്തെ പ്രത്യേകത, ഫഇന്നല്ലാഹ അസ്സ വജല്ല യഅ്മുറു ജന്നതഹു ഫയഖൂലു ലഹാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോട് പറയുന്നു, ഇസ്തഇദ്ദി വതസയ്യനി ലിഇബാദി ഔശക അൻ യസ്തരിഹു മിൻ തഅബി ദുനിയ ഇലാ ദാരി വ കറാമതി. അല്ലാഹു തആല ഓർഡർ കൊടുക്കുകയാണ്. സ്വർഗ്ഗത്തിനോട് റബ്ബ് പറയാണ്, ഇസ്തഇദ്ദി വതസയ്യനി, റെഡി ആയിക്കോ, റെഡി ആയിക്കോ, മൊഞ്ച് കൂട്ടിക്കോ, നിന്റെ മൊഞ്ച് നീ കൂട്ടിക്കോ, റെഡി ആയിക്കോ. ആർക്ക് വേണ്ടി? ലിഇബാദി, എന്റെ അടിയാന്മാർക്ക് വേണ്ടി, എന്റെ അടിയാത്തികൾക്ക് വേണ്ടി നീ റെഡിയായി നിന്നോ. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. പെട്ടെന്ന് ടെലിഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എടേ നീ വീട്ടിലില്ലേ? ആ ഉണ്ടല്ലോ. എന്നാലേ ഞാന് 1 മണിക്കൂർ കൊണ്ട് ഞാനും എന്റെ പുതിയാപ്പിളി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മളെന്താ ആദ്യം ചെയ്യല്? ആദ്യം ചെയ്യലെന്താ? ഉടനെ പോകും, എന്നിട്ടൊരു ബക്കറ്റും വെള്ളം കൊടുക്കും അല്ലേ? എന്നിട്ട് വേഗം സിറ്റ് ഔട്ടിൽ വന്നിട്ട് ആ സിറ്റ് ഔട്ട് തുടച്ചാൽ ഉണ്ടോല്ലേ? കാരണം എന്താ? ഓല് വരല് ആദ്യം വന്നിരിക്കല ഇവിടെ സിറ്റ് ഔട്ടിലാണ്. ആ വന്ന് കാണുന്ന സ്ഥലം അവിടെ എന്താണ്? അവിടെ പൊടിയും ചള്ളിയും ഒക്കെ ആകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ പോയിട്ട് പെട്ടെന്ന് അത് നമ്മൾ എന്താ വൃത്തിയാക്കും. എന്നിട്ട് ഓഫീസ് റൂമിൽ പിന്നെ ഒരു ഇരിക്കുമല്ല, ഓഫീസ് റൂം ഒന്ന് വൃത്തിയാക്കും. ഇനി അടുക്കളയിൽ വല്ല പാത്രം മോറാത്തതുണ്ടെങ്കിൽ ഓള് വന്നിട്ടുണ്ടെങ്കിൽ അത് കാണൂല, പാത്രമൊക്കെ മോറിയിട്ട് റെഡിയാക്കി ഉണ്ടോ അല്ലേ? നിങ്ങൾ പറയും ഉണ്ടോ അല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോത്തിന് ഇതെന്തേ? ഇത് ഈ അതിഥികൾ എന്താ വലാണ്? അതിഥികളെ മാനിക്കലാണ്. എങ്ങനെ മാനിക്ക? അതേ സമയത്ത് ഈ അതിഥി വന്നു എന്തുണ്ട്? ആ സിറ്റ് ഔട്ടിൽ കസാലയിലുണ്ട് എന്ത് കോഴിക്കാട്ടം. അടക്ക നിറച്ച് ചളിയുണ്ട്. കുട്ടികളൊക്കെ പാടെ ആ ഇരിക്കണ സ്ഥലത്തൊക്കെ നിറച്ച് ചളിയും പൊടിയാക്കി. ഇയാള് വന്നാ ഇരിക്കാനവിടെ തരല്ല. അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോ അവിടെ 4 ദിവസത്തെ പാത്രം ഒന്നായിട്ട് ഇങ്ങനെ അട്ടി കുടിച്ചു മോറാതെ. ഇങ്ങനൊക്കെ ആകുമ്പോ ഈ വന്ന അതിഥികൾക്ക് എന്താ ഉണ്ടാവുക? പോലെ മനസ്സ് പ്രയാസപ്പെടും. അവരെ മനസ്സ് വന്നിട്ട് ഇരിക്കാനും കൂടി തരല്ല. അവരെ മനസ്സ് പ്രയാസപ്പെടും. അപ്പൊ അവരെ പരിഗണിക്കുക നമ്മൾ, അല്ലേ? അവരെ പരിഗണിക്കുക. ഇതാണ് സ്വർഗ്ഗത്തോട് അല്ലാഹ് പറയുന്നത്, ഇസ്തഇദ്ദി വതസയ്യനി, മൊഞ്ച് കൂട്ടിക്കട്ടോ, റെഡിയായി നിന്നോ, റെഡിയായി നിന്നോ, മൊഞ്ച് കൂട്ടിക്കോ. ആർക്ക് വേണ്ടി? ലിഇബാദി, എന്റെ സാധുക്കളാകുന്ന അടിയാന്മാർ, അടിയാത്തികൾക്ക് വേണ്ടി. ഔശക അൻ യസ്തരിഹു മിൻ തഅബി ദുനിയ ഇലാ ദാരി വ കറാമതി. അവരിപ്പോ വരും, വല്ലാതെ വഴികാതെ അവര് വരും എന്റെ അരികിലേക്ക്. എവിടുന്ന്? ഒച്ചപ്പാടിന്റെ, ബഹളങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, ആകുലതകളുടെ, വേദനകളുടെ, നൊമ്പരങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ ആ ലോകത്ത് നിന്ന് ആ സാധുക്കള് എന്റെ അരികിലേക്ക് അടുത്ത് തന്നെ വരും. അവര് നോമ്പെടുത്തു, എന്നെ ആലോചിച്ചു, അന്നപാനീയങ്ങൾ ഒഴിവാക്കി എന്റെ പൊരുത്തത്തിനു വേണ്ടി, സുഖങ്ങളൊക്കെയും മാറ്റിവെച്ചു എന്റെ ഇഷ്ടത്തിനു വേണ്ടി. അതെ, ആ സാധുക്കൾ കഷ്ടപ്പെട്ടു, അവര് ദുനിയാവിൽ വിഷമിച്ചു, അവര് ദുനിയാവിൽ. അവര് വരുന്നുണ്ട് എന്തിന്? അവരൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അതെ, അവരൊന്ന് റെസ്റ്റ് എടുക്കാൻ, ഒന്ന് സുഖിക്കാൻ വരുന്നുണ്ട്. അവര് റെഡി ആയിക്കോട്ടോ, റെഡി ആയിക്കോ എന്ന് സ്വർഗ്ഗത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സമയം അതാണ് വിശുദ്ധ. എത്രയാണ്, എങ്ങനെയൊക്കെയാണ് റബ്ബ് അവന്റെ അടിയാന്മാരെ പരിഗണിക്കുന്നത്. വഅമ്മൽ ഖാമിസതു, അഞ്ചാമത്തെ ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈലത്തിൻ, ശുദ്ധ റമളാനിലെ അവസാനത്തെ ദിവസം, റമളാനിലെ അവസാനത്തെ ദിവസം. അതെന്നാ? അത് ഇനിയും കുറെ ദിവസം ഉണ്ടല്ലോ. 3-ാമത്തെ നോമ്പിലാണ് നമ്മൾ. എന്നിപ്പോ മാസം കണ്ട മാസം എന്നല്ലേ, എന്നിപ്പോ റമളാൻ 1 പെട്ടെന്ന് ഇത് പോകും. പ്രിയപ്പെട്ടവരെ, കാത്തുക്കൂലട്ടോ.
കാത്തു നിൽക്കൂല. ചെയ്യാനുള്ളതൊക്കെ വേഗം ചെയ്തോളൂ. റബ്ബിനോട് ചോദിക്കാനുള്ളതൊക്കെ പെട്ടെന്ന് ചോദിച്ചോളൂ. ഒന്നും മാറ്റിവെക്കണ്ട. ഈ റമദാനിൽ ഞാൻ നിങ്ങളോട് എല്ലാ വർഷങ്ങളിലും റമദാൻ കടക്കുന്നതിന്റെ മുന്നേ പറയാറുണ്ട്. ഈ പ്രാവശ്യം പറയാൻ കഴിയാതെ പോയി. എന്തേ? റമദാന് മുൻപിലേക്ക് വരുമ്പോ ഈ കൊല്ലത്തെ റമദാനിൽ എനിക്ക് എന്റെ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റാക്കി വെക്കണം. കുറേക്കുണ്ട്, ഒക്കെ ചോദിക്കണം. ഇങ്ങനെ ഒരു വയന്ന ചോദ്യം. അതിന്റെ അപ്പുറത്ത് എന്റെ റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ചെറുതും വലുതുമാകുന്ന കാര്യങ്ങൾ ലിസ്റ്റാക്കി. എന്താ അറിയോ? മാമിൻ ദുആഇൻ ഇല്ലാ മസ്മൂ. അതാണ് വിഷയം. ഈ റമദാനിൽ പടച്ച റബ്ബിന്റെ മുൻപിൽ വെച്ചിട്ടുള്ള ഒരു കാര്യവും യജമാനനായ അല്ലാഹു പരിഗണിക്കാതെ പോകൂല. നമ്മുടെ ഒരു വിഷയം നമ്മുടെ യജമാനന്റെ ദർബാറിൽ അവന്റെ ഉമ്മരപ്പടിക്കലിൽ വെച്ച് അതെന്റെ റബ്ബ് പരിഗണിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവിടെ നമ്മുടെ കാര്യങ്ങൾ വെച്ച് അവിടെ എന്തിന് നമ്മൾ മടിക്കണം? ഏതു ചെറുതും ഏത് വലുതും റിയാവും അഖ്റബും എല്ലാം ലിസ്റ്റാക്കി. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഷഅബാനിന്റെ അവസാനത്തെ ക്ലാസ്സിൽ അത് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഈ ക്ലാസ്സിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അവിടുന്ന് ഒക്കെ ഏതെങ്കിലും നുള്ളിപ്പൊറുക്കി എടുത്തിട്ടല്ല, കൃത്യമായിട്ട് എന്റെ റബ്ബിനോട് എനിക്ക് എന്തൊക്കെ സാധിപ്പിച്ചു കിട്ടാനുണ്ട്. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗമെത്തുന്നത് വരെ നമുക്ക് പലതുണ്ട്. സഹോദരിമാരെ, ഒരു പ്രഷറും ഷുഗറും മാറലല്ല. സ്വർഗത്തിൽ നമ്മൾ എത്തുന്നത് വരെ ബേജാറല്ലേ നമുക്ക്? സ്വർഗത്തിൽ കാല് കുത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാനുണ്ട്. എല്ലാം ലിസ്റ്റാക്കി വെക്കണം. നമ്മുടെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ അതൊക്കെയും ഉണ്ടാവണം. ദുനിയാവിലുള്ള കടം വീടല് മാത്രമല്ല, ഒരു വീടുണ്ടാവൽ മാത്രമല്ല, രോഗങ്ങളെ മാറിക്കിട്ടൽ മാത്രമല്ല, ഭർത്താവിന് മക്കൾക്ക് ജോലി കിട്ടൽ മാത്രമല്ല, ഇതൊക്കെയും ചോദിക്കണം. ഇതൊക്കെയും ചോദിക്കാനുള്ളത് തന്നെയാണ്. ഇതൊക്കെയും നമ്മുടെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാകുന്നതിനോടൊപ്പം സ്വർഗലോകത്ത് നമ്മൾ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ അതും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവണം. എത്ര ചെറുതും എത്ര വലുതും അതേ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവണം. അങ്ങനെ രാവിലും പകലിലും സഹോദരിമാരെ നമ്മൾ റബ്ബിനോട് ചോദിക്കണം കേട്ടോ. മാമിൻ ദുആഇൻ ഇല്ലാ മസ്മൂ. ഹബീബായ മുത്തുനബിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. റമദാനിലെ രാവിലെ പകലിലെ ദുആഉകൾ പടച്ച റബ്ബ് പരിഗണിക്കാത്ത ദുആഉകളില്ല കേട്ടോ. അങ്ങനെയതാ റമദാനിന്റെ അവസാനത്തെ രാവ്, അവസാനത്തെ സമയം ഗഫറ ലഹും ജമീഅ, എല്ലാ ആളുകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. ഖാല റജുലുൻ മിനൽ ഖൗമി, അല്ലാഹുവിന്റെ റസൂൽ ഈ സന്തോഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സഹാബി ചോദിക്കാണ്, നബിയേ അഹിയ ലൈലത്തുൽ ഖദ്രി, റബ്ബിന്റെ വ്യാപകമായ മഗ്ഫിറത്ത് ഉണ്ടാകുന്ന ദിവസം. ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതിൽ നിന്ന് പുറന്തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് പുറത്തു കിട്ടുമെന്നല്ല. പുറത്ത് കിട്ടണം എന്ന് ആശിക്കുന്ന, ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി പണിയെടുക്കുന്നവരാരൊക്കെ ഉണ്ടോ അവർക്കൊക്കെയും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. സഹാബത്ത് ചോദിക്കാണ്, അഹിയ ലൈലത്തുൽ ഖദ്രി, ആ വ്യാപക പൊതുമാപ്പ് കിട്ടുന്ന ദിവസം നബിയേ അത് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുല, അത് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം അല്ല. അലം തറ ഇലൽ ഉമ്മാലി യഅമലൂന ഫഇദാ ഫറഗൂ മിൻ അഅമാലിഹിം വഫൂജൂറഹും
തൊഴിലാളികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അവരുടെ തൊഴിലുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെയും തന്നെ മുതലാളിമാര് പൂർത്തീകരിച്ചു കൊടുക്കാറില്ലേ? അതാണ് ഇവിടെയും നടക്കുന്നത് കേട്ടോ. ലൈലത്തുൽ ഖദ്ർ വേറെയുണ്ട്, ഇത് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമല്ല. അപ്പൊ കണ്ടോ നിങ്ങൾ, നമ്മുടെ മനസ്സൊന്ന് നന്നാക്കിയാ മതി, നമ്മുടെ ജീവിതം ഒന്ന് നന്നാക്കിയിട്ട് റമളാനാണെന്നുള്ള ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോ പുറത്ത് കിട്ടണം, രക്ഷപ്പെടണം, ആഖിറം രക്ഷപ്പെടണം എന്ന ചിന്തയിലായി നമ്മൾ ജീവിക്കുമ്പോ റമളാനിന്റെ അവസാനത്തെ സമയത്തിലെങ്കിലും പടച്ച റബ്ബ് അവരെ ഏറ്റെടുക്കുന്നു, അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമാകുന്നു. ഇത്രയും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാകുന്ന സാധുക്കളാകുന്ന നമ്മുടെ ആനുകൂല്യമാണ്. ഇതാണ് മുത്തനബി പറഞ്ഞത്. ഇത് നമ്മുടെ ആനുകൂല്യമാണ്, നമ്മുടെ ഖുസൂസിയത്താണ്. മറ്റു സമൂഹങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു വല്ലാത്ത മഹാഭാഗ്യമാണ് ഈ 5 കാര്യങ്ങളും. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ഉമ്മത്തി ലൻ തഖ്സാ മാ ഖാമു സിയാമ റമളാൻ. റമളാൻ മാസത്തിനെ നോമ്പെടുത്തുകൊണ്ടും റമളാനിനെ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന കാലത്തോളം എന്റെ ഉമ്മത്തികൾ നിന്ദ്യരായി മാറുകയില്ല. ഇന്ന ഉമ്മത്തി ലൻ തഖ്സാ മാ ഖാമു സിയാമ റമളാന. റമളാനിലുള്ള നോമ്പെടുക്കുന്ന കാലത്തോളം, റമളാനിനെ ആദരിക്കുന്ന കാലത്തോളം എന്റെ ഉമ്മത്ത് അവർ നിന്ദ്യരായി മാറുകയില്ല. എങ്ങനെയാണ് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ എങ്ങനെയാണ് റമളാൻ നിന്ദ്യരായി മാറുന്നത്? മുത്തുനബി പറയുന്നുണ്ട്, ശുദ്ധമായ റമളാനിനെ പരിഗണിക്കാതെ ഇരിക്കുമ്പോഴാണ്. ഹറാമുകൾ, അതേ ഹറാമുകളുടെ പിന്നാലെ റമളാനിലും പോകുമ്പോഴാണ്. എന്നിട്ട് വിശദീകരണമെന്നോണം മുത്തുനബി പറയാണ്, മൻ അമില ഫീഹി സിനൻ, റമളാനിൽ ഒരാൾ വ്യഭിചരിക്കുകയാണ്, ഔ ശരിബ ഖംറൻ, റമളാനിൽ ഒരാൾ ലഹരി വസ്തു ഉപയോഗിക്കുകയാണ്, ലഅനഹുല്ലാഹ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. വമൻ ഫിസ് സമാവാതി, അതേ ആകാശലോകത്തുള്ളവരുടെയും ശാപം അവർക്കുണ്ട്. ഇലാ മിസ്ലിഹി മിനൽ ഹൗലി, അടുത്ത റമളാൻ വരെ പടച്ച റബ്ബിന്റെയും ആകാശലോകത്തുള്ളവരുടെയും ശാപം അവരിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ശ്രദ്ധിക്കണേ, വ്യഭിചരിക്കുന്നു, അതേ പ്രകാരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഏത് കാലയളവിൽ? വിശുദ്ധമായ റമളാനിന്റെ കാലയളവിൽ. അങ്ങനെയുള്ള ആളുകൾക്ക് പടച്ച റബ്ബിന്റെയും ആകാശലോകത്തുള്ളവരുടെയും ശാപങ്ങൾ ലഭിക്കുകയാണ്. അടുത്ത കൊല്ലം ആ സമയം വരെ റബ്ബിന്റെ ശാപകോപത്തിലാണ് അവരുള്ളത്. നോക്കൂ നിങ്ങൾ, ഫഇൻ മാത ഖബല അൻ യുദ്രിക ശഹ്റ റമളാൻ, അടുത്ത വർഷത്തെ റമളാൻ വരുന്നതിന്റെ മുന്നേ അതിൽപ്പെട്ട ഏതെങ്കിലും ആളുകൾ മരണപ്പെടുകയാണ് എങ്കിൽ ഫലൈസത് ലഹു ഇൻദല്ലാഹി ഹസനത്തുൻ യത്തഖി ബിഹന്നാർ, അതേ പടച്ച റബ്ബിന്റെ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയ ഒരു അമലുകളും തന്നെ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നതല്ല. എത്ര ഭയാനകമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്. ഈ ഒരു റമളാനിലാണ് ഈ പറയപ്പെട്ടത് നടന്നത്. കള്ളു കുടിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, വ്യഭിചാരം നടക്കുന്നു. ഇത്തരത്തിലുള്ള പാപങ്ങൾ സംഭവിച്ച വ്യക്തിക്ക് അല്ലാഹുവിന്റെയും ആകാശ ലോകത്തുള്ള അവന്റെ മാലാക്കമാരുടെയും ശാപങ്ങൾ വർഷിക്കുകയാണ്. ആ ശാപകോപം ഏതുവരെ ഉണ്ടാകും? അടുത്ത റമളാന് വരെ ഉണ്ടാകും. ആ അടുത്ത റമളാനിന്റെ മുന്നേ ആയിട്ട് ഈ കക്ഷി മരണപ്പെടുകയാണ് എങ്കിൽ പടച്ച റബ്ബിന്റെ മുൻപിൽ അവന്റെ നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ, അവളെ രക്ഷപ്പെടുത്താൻ ഒരു സൽക്കർമ്മവും തന്നെ ഉണ്ടാകുന്നതല്ല.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അത്രയും ഗൗരവമുള്ളതാണ് റമദാനിന്റെ ഹുർമത്തിനെ പിച്ചി ചീന്തുക എന്ന് പറയുന്നത്. എന്നിട്ട് മുത്തുനബി പറയാണ്, ഫത്തഖൂ ശഹ്റ റമളാൻ, ഫത്തഖൂ ശഹ്റ റമളാൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിശുദ്ധ റമളാനിനെ സൂക്ഷിക്കണം കേട്ടോ. വിശുദ്ധ റമളാനിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ റമളാനിനെ നിങ്ങൾ പേടിക്കണം. വിശുദ്ധ റമളാനിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ ഹസനാതി തുളാഫു ഫീമാ ലാ തുളാഫു ഫീമാ സിവാ. എന്തേ? സൽക്കർമ്മങ്ങൾ വല്ലതും നടന്നാൽ ആ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി നൽകപ്പെടുകയാണ്. മറ്റു സമയങ്ങളിലൊന്നുമില്ലാത്ത രൂപത്തിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഇരട്ടിയാക്കപ്പെടുകയാണ്. വകദാലിക സയ്യിഅതു, ദുഷ്കർമ്മങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെയും കിടപ്പ് ഇങ്ങനെ തന്നെയാണ്, ഗൗരവമുള്ളതാണ്. അല്ലാഹു തആല കാക്കട്ടെ. സാധുക്കളാകുന്ന നമ്മയൊക്കെയും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.